എന്നാലും എൻ്റെ അമ്മാവ ഇത്ര നേരത്തെ അങ്ങ് പോയി കളയുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വെള്ളക്കടലാസിലെങ്കിലും വസ്തുവിൻ്റെ അവകാശം എഴുതി വാങ്ങിയേനെയല്ലോ. വലിയ കുലച്ചതിയായിപ്പോയല്ലോ ഈശ്വര. അയ്യോ എൻ്റെ അമ്മാവ എന്നെ ഇട്ടേച്ചു പോയല്ലോ. കണ്ണേ പൊന്നെ തേനെ എന്നൊക്കെ വിളിച്ച് ഞാൻ പൊന്നു പോലെയല്ലേ നോക്കിയത്. മഹാഭാവം പറയാതെ നീ എന്ത് നോക്കിയെന്നാ? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നീ അങ്ങേറിയിട്ട് പീട്ടിയിരുന്നത്. എന്റെ വായിലിരിക്കുന്നതെല്ലാം കേട്ടാണ്ടല്ലോ. അറിയാവടി, എല്ലാം അറിയാം. നിന്റെ വായിരിക്കണതിന്റെ ഗുണം കൊണ്ടല്ലയോ നിന്റെ കെട്ടിയോ നിന്നെ ഇട്ടേച്ചു പോയത്. ഓ, ഒരു പുന്നാര ഒരുമോൻ. അങ്ങേര് മരിച്ചപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവിടെ. ഞാൻ ഇപ്പൊ വന്നത് സഞ്ചയനത്തിന്റെ ഇടിയും മടയും കയറ്റാനായിരിക്കുമല്ലേ? എടി, ഒരു സഞ്ചയനം നടക്കാൻ പോണ വീടല്ലേ? ഈ കസേര മേശയൊക്കെ ഒന്ന് പിടിച്ച് ജില്ലി ജില്ലായിട്ടൊക്കെ നിക്കടി. മേസ്ത്രി വന്നില്ലോടി? ആര്? മേസ്ത്രിയോ? അല്ലല്ല, കർമ്മി വന്നില്ലെന്നാ. കർമ്മിയല്ലേ വരുന്നേ? അച്ചായനെന്താ താമസിച്ചേ? എന്ത് നാളുകൂടെ വായിച്ചിടിച്ചതൊക്കെ എന്നെ അച്ചായനാ? അല്ലല്ല, കർമ്മി എന്തേ വൈകുന്നാ? എനിക്കൊരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. എന്നിട്ട് ഒഴിഞ്ഞോ? ആ, അത് പിന്നെ ഞാനിങ്ങ് ഒഴിഞ്ഞാൻ പോകുന്നു. ഇവിടെ ഒരു മരുമോനുണ്ട്. എന്ത് കാര്യം? 24 മണിക്കൂറും വെള്ളത്തില. ഒരു പ്രയോജനവും. ദൈവമേ, ഇന്നും ആൾക്കാരിയായിട്ടാ ചക്രവാണി ചേട്ടന്റെ വരവ്. ഇവനൊക്കെ വല്ല ഉത്തരവാദിത്തമുണ്ടോ? ഒരു മരണം നടന്ന വീടല്ലയോ? പലതും കാണുകയല്ലേ. എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ ഇവനെയൊക്കെ ഇഞ്ചപ്പരുവാക്കി നീരെടുത്തേനെ. കണ്ടോ കണ്ടോ ആ മുണ്ടുടുപ്പീര് കണ്ടോ? നല്ല വടികൊത്ത്. അതാണ് തറവാടിത്തം. ഇതാണ് തറവാടിത്തം. തറവാടിപ്പോ കണ്ടേനെ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. ഇതാരാ? ഇതാണ് കർമ്മി. ഓ, ഇതാണോ കർമ്മി? ഇവന്റെ കർമ്മദോഷം ദാണ്ട് ഇവിടെ തുടങ്ങുക. കർമ്മിക്കറിയാമോ ഇത് ആരായി മരിച്ചതെന്ന്? ഇയാളാണ് എന്റെ അമ്മായിയപ്പൻ. മോള് കെട്ടിച്ച വകയിൽ ഇപ്പോഴും എനിക്ക് 25,000 രൂപ തരാനുണ്ട്. അത് തരാതെയാ മൂപ്പിലാൻ പോയി കളഞ്ഞത്. വച്ചേക്കില്ല ഞാനൊന്നിന്. അല്ല, കർമ്മത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഇത് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ കവറിൽ. അവല്, മലര്, ശർക്കര, ഉണ്ട്, എള്ളുണ്ട്. എള്ളുണ്ട് കേട്ടോ കർമ്മത്തിന്. അല്ല, എള്ളുണ്ട് എന്ന് പറയായിരുന്നു. പവിത്രം കിട്ടിയോ? പവിത്രൻ 2 കെട്ടി, 2 മുഴുമുറിയായി. അയ്യോ, അതല്ല, പവിത്രം വളച്ച് കിട്ടിയോ? ആദ്യത്തേത് മുളച്ച് കിട്ടിയതാ, രണ്ടാമത്തേത് അടിച്ചു മാറ്റിയത്. നിലവിളക്ക് 1 2 3. അയ്യോ എന്റെ അമ്മാവോ. എടീ, നിലവിളക്കെന്നാ പറഞ്ഞത്. ഇപ്പൊ കൊണ്ടുവരും. ദർഭ ഇപ്പൊ 7 മാസം നടപ്പാ. ആർക്ക്? എന്റെ കെട്ടിയോൾക്കേ. എന്റെ അയ്യോ, എന്നെ അങ്ങ് കൊല്ലേ. എടോ, ദർഭ ദർഭ കർമ്മം ചെയ്യാനേ. ഉണ്ട്. എന്റെ 25,000 രൂപ കിട്ടാതെ ഒരുത്തിനെ ഇവിടുന്ന് മേലോട്ട് പോവില്ല, പറഞ്ഞേക്കാം. എന്റെ ചക്രമ്മ, 25,000 രൂപയും അതിന്റെ പലിശയും ഞാൻ തരും. വാക്ക് ഏറ്റോ? എങ്കിൽ കർമ്മി കാര്യങ്ങൾ നടക്കട്ടെ. കർമ്മം ചെയ്യാതെ ആളെ വിളിക്കുക. കുളിച്ചോ? ഓ, എന്നാ ഇരിക്കുക. എന്നാ കർമ്മം തുടങ്ങാം. അച്ഛനെ മനസ്സിൽ വിചാരിക്കുക. അതിന് എനിക്ക് അച്ഛനെ അറിയില്ലല്ലോ. അല്ല, നമ്മൾ തമ്മിൽ ഷാപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കർമ്മിയുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടാ, എന്റെ അച്ഛനാണോ വെണ്ണീറായി കിടക്കുന്നേ? നിന്റെ അച്ഛനെ മനസ്സിൽ വിചാരിക്കാനാ പറഞ്ഞേ. ഓ, നീ എന്റെ അച്ഛാ. അച്ഛന്റെ നാളെന്തുവാ? കാർത്തിക. കാർത്തിക നാൾ കീർത്തികൾക്ക് വന്ന ഒരുപാട് കീർത്തി കേട്ടവനാ ദാണ്ട് കിടക്കുന്നു. അപ്പോ ഞാൻ പറയുന്ന മന്ത്രം ഏറ്റു പറയാ. കാർത്തിക നക്ഷത്രസ്യ കാർത്തിക നക്ഷത്രസ്യ പിതൃസ്യ പിതൃസ്യ പിതൃപിണ്ഡസ്യ പിതൃപിണ്ഡസ്യ ഓസ്യ ഓസ്യ. ഓസിയാണോ?
ഉണ്ടെങ്കിൽ എനിക്ക് കൂടി കൊടുക്കണ്ട. ഓസ്യ എന്നാ ഓസ്യ. അല്ലല്ലല്ല, ഓസിയാർ എന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, മേസ്തിരി അല്ലല്ല കർമ്മി അങ്ങനെ പറഞ്ഞേ. അതെന്താണെന്നറിയാമോ? ഓസിയാർ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൊടുത്താൽ ഇവനൊന്ന് ഒതുങ്ങും. അയ്യോ, ഓസ്യ ഒരു മന്ത്രമാണ്. മാറ്റിപ്പറയില്ലേ കർമ്മി, ഉണ്ടെങ്കിൽ കൊടുക്ക്. അല്ല ചക്രവാണി, ഓസിയാർ അല്ല, ഓസ്യ ഒരു മന്ത്രാണ്. എങ്ങനെ? അല്ല, ഓസിയാർ അല്ല, ഓസ്യ ഒരു മന്ത്രാണ്. ഇന്നലെ വരെ റോഡ് പണിക്ക് പോയവനാ, ഇപ്പൊ വലിയ നമ്പൂതിരി. ഓസിയാറല്ല, ഓസ്യ ഒരു മന്ത്രാണ് എന്ന്. അല്ല, തിരുവേലി ഏതില്ലത്തെ ആണാവോ? നീ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പോലെയെന്ന് കേട്ടിട്ടുണ്ടോ? ആ ഇല്ലത്തെയാ. ചുമ്മാതല്ല നീ ഇങ്ങനെ കരിഞ്ഞു പോയത്. കർമ്മി, ബാക്കി കാര്യങ്ങൾ കൂടി നടക്കട്ടെ. കാർത്തിക നക്ഷത്രസ്യ കാർത്തിക നക്ഷത്രസ്യ പിതൃസ്യ പിതൃസ്യ പിതൃപിണ്ഡസ്യ പിതൃപിണ്ഡസ്യ ധനസ്യ ധനസ്യ ഓസ്യ ഓസ്യ ദേവസ്യ ദേവസ്യ. നിർത്ത്. ഈ വീടുമായിട്ട് മുട്ടൻ മുഴക്കുള്ള ദേവസ്രിയെ എന്തിന് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു? അയ്യോ, ദൈവസ്യ എന്നാ പറഞ്ഞേ അല്ലേ കർമ്മി? ഇനിയാണ് കർമ്മത്തിന്റെ പ്രധാന ഭാഗം. ഓ, അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ കൂതറ പരിപാടിയായിരുന്നു. ചോറെടുക്കുക, ഉരുട്ടുക. അതല്ല, നിന്നോടാരെങ്കിലും തിന്നാൻ പറഞ്ഞോ മണ്ട? ചോറെടുക്കുക, ഉരുട്ടുക, വെക്കടവിടെ. അവൻ ഇത്തിരി നെല്ലിക്കാച്ചാറ് കൂടി കൊടുക്ക്, തിന്ന് മരിക്കട്ടെ മരക്കോന്ത്. ഓ, ആണ്ടെ കരപ്രമാണിയും മറ്റും വരുന്നുണ്ട്. ആ, ഇനി ഇഡലി ബാക്കി വരുമെന്നുള്ള പേടി വേണ്ട. എന്തായി? കാര്യങ്ങളൊക്കെ ഭംഗിയായോ? ഭംഗിയാവും. എന്റെ 25,000 രൂപ തന്ന ഒന്നങ്ങ് മാറിയിക്കടാ. ഇഡലി വന്നില്ല. ഒന്ന് മാറി നിൽക്കട വഴിന്ന്. ദാണ്ടെ വരുന്നു ഇഡലി. ഓ, സമാധാനമായി. അല്ലെങ്കിലേ നാട്ടിൽ പാമ്പുകളുടെ ശല്യാണ്. ഏതെങ്കിലും കൂതറായിട്ട് കേറ്റിക്കൊണ്ട് പോന്നോളും. എവിടെ നോക്കിയാലും കാണും ഇങ്ങനത്തെ കുറെ എണ്ണം. ചത്താലും വേണ്ടില്ല, ചരിഞ്ഞാലും വേണ്ടില്ല. ഒരു ഓഞ്ഞ ചിരിയും ചിരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും നിന്നോളും നീർക്കോലി. മാറി നിൽക്കണ. ഇഡലിയൊക്കെ എപ്പോഴേ എത്തി? ഡേയ്, അത് ഇഡലിയല്ല, അവരുടെ വീട്ടിലെ കെട്ടിയവനും കാലസം പിള്ളേർക്കും പകർച്ചെടുക്കാനുള്ള വരവാ. എടാ ഇങ്ങോട്ട് നോക്കടാ. നിന്നെയൊക്കെ പോലെ ഇഡ്ലി കാണാതെ കിടക്കണതൊന്നും അല്ല ഞങ്ങള്. വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാം. അല്ല, സഞ്ജയനും നടക്കുന്ന വീടാന്ന് വെച്ച് കഴിക്കുന്നതിനൊക്കെ ഒരു അറുതിയില്ലേ? അല്ല, ചേട്ടനെ പറ്റി അല്ല കേട്ടോ. അല്ല, 1, 2, 3 ഇഡലി കഴിച്ചോട്ടെ, 6, 7 ഒക്കെ കഴിച്ചാലോ? ചേട്ടന്റെ ഉദ്ദേശമല്ല കേട്ടോ. കഴിച്ചോ. എടാ, നീ അങ്ങനെ ഉദ്ദേശിച്ചായാലും എനിക്ക് മനസ്സിലാവൂടാ നീ പറയുന്നത്. കഴിച്ചോ. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് അങ്ങോട്ട് വന്ന് കഴിക്കാനുള്ളതല്ലയോ? അല്ല, അല്ലെങ്കിൽ തന്നെ ഈ കരപ്രമാണിമാർക്ക് എന്തിനാ ഇത്ര സ്ഥാനം കൊടുക്കുന്നത്? ആരെങ്കിലും ചത്തെന്ന് കേട്ടാൽ ഉടനെ വന്നോളും ഒരു ചുവന്ന കോറത്തുണി പിടിച്ചോണ്ട് മൂടാൻ. നീ നിർത്തിക്കോ, അതാണ് എനിക്ക് നല്ലത്. ഞാൻ എന്തിനാ നിർത്തുന്നത്? ശരിയല്ലേ? ചത്ത ആരെയും അല്ലെ മുനിസിപ്പാലിറ്റിയെങ്കിലും എടുത്ത് കുഴിച്ചിട്ടോളൂ. ഡാ, നീ അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. കുറെ നാളായി നിനക്ക് കരുതി പറ്റതായത്. നിനക്കറിയാമോ, നിന്നെ പോലെ ഉള്ളവരാ ഈ സമുദായത്തിന് ശാപം. കല്യാണമായാലും മരിപ്പായാലും സഞ്ചയനമായാലും അടിച്ച് കെട്ടിക്കൊണ്ടിങ്ങ് പോന്നോളൂ. പിന്നെ രാജാവെന്നാ നിന്റെ ഭാവം. എന്തും വിളിച്ചു പറയാമെന്നാ വിചാരം. നീ പറഞ്ഞില്ലേ ചുവന്ന കോര തുണിയെന്ന്? എടാ, ഈ സമുദായത്തിൽ ജനിച്ച് അതിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി കുടുംബം ഒക്കെയായി ജീവിച്ച് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഈ സമുദായവും സമൂഹവും മരിക്കാത്ത തരുന്ന ബഹുമാനമാടാ ഈ 2 മീറ്റർ തുണി. മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ളവരെ ഈ സമുദായവും സമൂഹവും സ്നേഹ ബഹുമാനങ്ങളോടെ എന്നും ഓർക്കും.
അല്ലാതെ നിന്നെ പോലെ തെരുവ് പട്ടിയെ പോലെ ചീഞ്ഞ് നാറി മരിക്കുന്നവർക്കുള്ളതല്ലടാ ഈ പട്ടും അതിന്റെ ബഹുമാനവും. കേട്ടോടാ, ഇനിയെങ്കിലും ഓർത്തോ. ഐ എഗ്രി മിസ്റ്റർ കരപ്രമാണി. പക്ഷെ ഒരു ചോദ്യം, ഒരു ഡൗട്ട് അടിയുന്നു. ഞാൻ മരിക്കും, ഈ നിൽക്കുന്ന സരസ്വതിയും ദാണ്ടെ കാരണവരും മരിക്കും, കരപ്രമാണിയും മരിക്കും. ആരെങ്കിലും കൊണ്ട് പട്ടിട്ട് പോവുമായിരിക്കും. ഇനി വരുന്ന തലമുറയ്ക്ക് ആര് പട്ടിടും? അതിനിവിടെ തലമുറ വളർന്നു വരുന്നുണ്ടാ. സമുദായത്തിന്റെ സംസ്കാരവും മര്യാദകളും പഠിച്ചുകൊണ്ട് ഒരു തലമുറ ഇവിടെ വളരുന്നുണ്ട്. അവര് നോക്കിക്കോളൂ. 24 മണിക്കൂറും ലഹരിയിൽ മുങ്ങുന്ന നിന്റെ തലമുറയാ നിന്നു പോവുക. എന്ന ഒരു ചിന്ന റിക്വസ്റ്റ്, നമുക്ക് ഈ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ മാറ്റി ഓസിയാറ് വിളമ്പിയാലോ സഞ്ചയനത്തിന്?